എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നാർക്കോട്ടിക്സ് ഇസ് എ ഡർട്ടി ബിസിനസ്. നമസ്കാരം. ഞാനിപ്പോൾ ഈ ഫോണിൽ നോക്കി ചിരിച്ച് കണ്ടില്ലേ? ഫോണും റീൽസും ഇന്റർനെറ്റും ഒക്കെ നമ്മുടെ അഡിക്ഷനായി മാറിക്കഴിഞ്ഞു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം നോക്കുന്നത് ഫോൺ, രാത്രി കിടക്കുമ്പോൾ ഫോൺ. പക്ഷെ വിചാരിച്ചാൽ ഈ അഡിക്ഷൻ നമുക്ക് മാറ്റാൻ പറ്റും. എന്നാൽ ഒരിക്കൽ പെട്ടുപോയാൽ പിന്നെ പുറത്ത് കിടക്കാൻ പറ്റാത്ത മറ്റൊരു ഭയങ്കര അഡിക്ഷൻ ഉണ്ട്. അതാണ് ലഹരി അഥവാ ഡ്രഗ്സ്. നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ വിപത്താണ് ഡ്രഗ്സ്. ഇന്ന് ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനത്തിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നതും ഈ അഡിക്ഷനെ കുറിച്ചാണ്. എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം? എല്ലാ വർഷവും ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനം, ഇന്റർനാഷണൽ ഡേ എഗെയിൻസ്റ്റ് ഡ്രഗ് അബ്യൂസ് ആൻഡ് ഇല്ലിസിറ്റ് ട്രാഫിക്കിംഗ് ആയി ആചരിക്കുന്നത്. 1987 ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിലാണ് ഈ ദിനം പ്രഖ്യാപിച്ചത്. സമൂഹത്തെ കാർന്നു തിന്നുന്ന ഈ വിപത്തിനെതിരെ ലോകത്തെ ഒന്നാകെ ബോധവൽക്കരിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. എന്നാൽ ഇന്ന് 2026 നിൽക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. പണ്ടത്തെ പോലെ കഞ്ചാവോ മദ്യമോ മാത്രമല്ല ഇന്നത്തെ വില്ലൻ. കള്ളക്കടത്ത് എന്ന് പറഞ്ഞാൽ ഇരുട്ടത്ത് വള്ളത്തിൽ ചാക്കിൽ കൊണ്ടുവരുന്ന പരിപാടിയായിരുന്നു പണ്ട്. ഇപ്പോഴത്തെ ട്രെൻഡ് ഇതല്ല. MDMA, LSD, മെയ്ത്ത് തുടങ്ങി കേട്ടാൽ ഞെട്ടിക്കുന്ന കെമിക്കലുകളാണ് ഇന്നത്തെ ലഹരി. പണ്ട് ലഹരി കിട്ടാൻ ഇരുട്ടുള്ള വഴികളിൽ പോകണമായിരുന്നെങ്കിൽ ഇന്ന് ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പുകളുടെയും ഡാർക്ക് വെബിന്റെയും ടെലിഗ്രാമിന്റെയും ഹോം ഡെലിവറിയായി ഡ്രഗ്സ് നമ്മളുടെ പിള്ളേരുടെ കൈകളിൽ എത്തുന്നു. ഇതാണ് ഏറ്റവും വലിയ പേടി സ്വപ്നം. എവിടെയാണ് നമ്മൾ മലയാളികളുടെയും പൊതുസമൂഹത്തിന്റെയും മറ്റൊരു പ്രശ്നം? സിനിമകളിൽ ഡ്രഗ് മാഫിയ എന്ന് പറയുന്നത് ഭയങ്കര മാസ് പരിപാടിയാണ്. കറുത്ത കണ്ണട വെച്ച് ചുണ്ടിൽ ഒരു സിഗരറ്റും വെച്ച് സ്ലോ മോഷനിൽ നടന്നു വരുന്ന വില്ലന്മാർ, പിന്നണിയിൽ ഒരു കിടിലം BGM കൂടിയാവുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതാണ് ഹീറോയിസം എന്ന്. പലരും ഡ്രഗ് ലോഡുകളെ ആരാധിക്കുന്നവരാണ്. എന്നാൽ റിയൽ ലൈഫിൽ ഈ ലഹരി ഉപയോഗിക്കുന്നവരും വിൽക്കുന്നവരും മാസല്ല. എക്സൈസ് പിടിക്കുമ്പോൾ കരഞ്ഞ് കാല് പിടിക്കുന്നവരാണ് പലരും. ബാക്കിയുള്ളവർ ഡി അഡിക്ഷൻ സെന്ററുകളിൽ സ്വന്തം ഓർമ്മയുടെയും ബോധവും നശിച്ച് ഭ്രാന്തന്മാരെ പോലെ ജീവിക്കുന്നു. മുഖത്തെ തൊലി ചുളിഞ്ഞ് പല്ലുകൾ കൊഴിഞ്ഞ് 20 വയസ്സാകുമ്പോൾ 50 വയസ്സിന്റെ പ്രായം തോന്നിക്കുന്ന അവസ്ഥ. ഇതൊന്നും ഒരു സിനിമയിലും കാണിക്കാറില്ല. നല്ല കുടുംബ പശ്ചാത്തലത്തിൽ പിറന്ന നന്നായി പഠിക്കുന്ന കുട്ടികൾ വരെ എങ്ങനെയാണ് ഇതിൽ ചെന്ന് വീഴുന്നത്? പ്രധാനമായും നമുക്കൊരു 5 കാര്യങ്ങൾ നോക്കാം. 1, കൂട്ടുകെട്ടുകളും പിയർ പ്രഷറും. ഇതൊന്ന് വലിച്ചു നോക്കടാ, നീ ഒരാണല്ലേ എന്നൊരു ചോദ്യത്തിൽ വീണു പോകുന്നവരാണ് 80% പേരും. കൂട്ടുകാരുടെ മുന്നിൽ ഷൈൻ ചെയ്യാൻ ചെയ്യുന്ന ഒരു വിഡ്ഢിത്തം. ഇതിനെ നമ്മൾ FOMO, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്ന് വിളിക്കാം. 2, ക്യൂരിയോസിറ്റി ടു ത്രിൽ, കൗതുകം. ലഹരി ഉപയോഗിച്ചാൽ എന്താണ് ഫീൽ എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ അല്ലെങ്കിൽ കൗതുകം. ഒറ്റത്തവണയില്ലേ എന്ന് സ്വയം വിശ്വസിപ്പിക്കും. പക്ഷെ ഒറ്റ തവണത്തെ ഉപയോഗം മതി തലച്ചോറിലെ ഡോപാമിൻ സിസ്റ്റം തകരാറിലാകാൻ. 3, മാനസിക സമ്മർദ്ദം, മെന്റൽ സ്ട്രെസ് ആൻഡ് ട്രോമ. ബ്രേക്കപ്പ്, പഠനത്തിലെ സ്ട്രെസ്, കുടുംബ പ്രശ്നങ്ങൾ എന്നിവ മറക്കാൻ പലരും ലഹരിയെ ഒരു മരുന്നായി കാണുന്നു. 4, ലഭ്യതയും ഹൈടെക് വിപണിയും, ഈസി അവൈലബിലിറ്റി. ടെലിഗ്രാം ഗ്രൂപ്പുകളുടെയും വ്യാജ പ്രൊഫൈലുകളുടെയും ഇത് ക്യാമ്പസുകളിലും ഇന്ന് ലഹരി സുലഭമാണ്. 5, മാതാപിതാക്കളുടെ അശ്രദ്ധ, ലാക്ക് ഓഫ് പാരന്റൽ കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ കുട്ടി എന്ത് ചെയ്യുന്നു, ആരുടെ കൂടെ നടക്കുന്നു എന്ന് പോലും അറിയാൻ സമയം കിട്ടാത്ത തിരക്കുള്ള മാതാപിതാക്കൾ. സങ്കടം വരുമ്പോൾ അത് കേൾക്കാൻ വീട്ടിൽ ആരുമില്ല. കുട്ടികൾ അത് കേൾക്കുന്ന മറ്റു കൂട്ടുകാരെ തേടിപ്പോകും. അവര് ചിലപ്പോൾ ഈ ഡ്രഗ് അവർക്ക് കൊടുക്കാൻ ചാൻസ് ഉണ്ട്. കഴിഞ്ഞ കുറച്ചു വർഷമായി കേരള പോലീസും എക്സൈസും പിടികൂടിയ കേസുകളുടെ എണ്ണം കണക്കിലെടുത്താൽ നമ്മൾ ഞെട്ടും. ബാംഗ്ലൂരിൽ നിന്നും ഗോവയിൽ നിന്നും ബസ്സുകളിലും ട്രെയിനുകളിലുമായി കേരളത്തിലേക്ക് ഒഴുകുന്നത് കോടിക്കണക്കിന് രൂപയുടെ സിന്തറ്റിക് ഡ്രഗ്സ് ആണ്. ഏറ്റവും സങ്കടകരമായ കാര്യം എന്താണെന്ന് അറിയാം. പണ്ട് ലഹരി വിൽക്കാൻ പ്രത്യേക മാഫിയകൾ ഉണ്ടായിരുന്നു.
ഇന്ന് കോളേജ് കുട്ടികൾ തന്നെയാണ് ഏജൻസ് അല്ലെങ്കിൽ കാരിയേഴ്സ് എന്ന് പറയാം. ആദ്യം അവർ നിങ്ങൾക്ക് ഫ്രീ ആയി ലഹരി നൽകി അഡിക്റ്റ് ആക്കും. പിന്നീട് അത് വാങ്ങാൻ കാശില്ലാതെ വരുമ്പോൾ മറ്റു ഉള്ള കുട്ടികൾക്ക് വിറ്റ് കൊടുക്കാൻ മാഫിയ നിങ്ങളെ നിർബന്ധിക്കും. അങ്ങനെ പഠിച്ച് ജോലി വാങ്ങി കുടുംബം നോക്കേണ്ട പ്രായത്തിൽ നമ്മുടെ കുട്ടികൾ ഡ്രഗ് ഏജൻറ്റ്സ്മാരായി മാറും. പെൺകുട്ടികളെ പോലും ഇതിനായി വ്യാപകമായി ഉപയോഗിക്കും. ഇതിന്റെ പ്രത്യേകതകൾ ഭീകരമാണ്. ശാരീരികമായി പറഞ്ഞാൽ തുടർച്ചയായ ഉപയോഗം മൂലം തലച്ചോറ് ചുരുങ്ങും, ഓർമ്മശക്തി പൂർണ്ണമായി നഷ്ടപ്പെടും, ചെറുപ്രായത്തിലെ ഹൃദയാഘാതം ഉണ്ടാകുകയും ചെയ്യും. ഇനി നിയമത്തിന്റെ കാര്യം പറയാം. നമ്മുടെ രാജ്യത്ത് ലഹരി മരുന്ന് കേസുകൾ കൈകാര്യം ചെയ്യുന്നത് NDPS നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് 1985 പ്രകാരമാണ്. സിനിമയിൽ കാണുന്നത് പോലെ അത്ര എളുപ്പത്തിൽ ജാമ്യം കിട്ടുന്ന ഒന്നല്ല ഇത്. കയ്യിൽ വെക്കുന്ന ലഹരിയുടെ അളവ് അനുസരിച്ച് 10 മുതൽ 20 വർഷം തടവും ലക്ഷക്കണക്കിന് രൂപ പിഴയും കിട്ടാവുന്ന കുറ്റമാണ്. ഒരു തവണ ഈ കേസിൽ പെട്ടാൽ പിന്നെ പാസ്പോർട്ട് കിട്ടില്ല, ഗവൺമെന്റ് ജോലി കിട്ടില്ല, ജീവിതം അവിടെ തീർന്നു. അപ്പോൾ ഇതിനൊരു പരിഹാരമില്ലേ? തീർച്ചയായും ഉണ്ട്. ഒന്നാമതായി, ലഹരിക്ക് അടിമപ്പെട്ടവരെ ക്രിമിനലുകളായി കണക്കാക്കാതെ അവരെ രോഗികളായി കണ്ട് ചികിത്സ നൽകണം. അവരെ ഒറ്റപ്പെടുത്തരുത്. അവർക്ക് വേണ്ടത് സ്നേഹവും സപ്പോർട്ടുമാണ്. കേരള സർക്കാരിന്റെ വിമുക്തി മിഷൻ വഴി ഇതിനായി സൗജന്യ ചികിത്സ ലഭ്യമാണ്. 144005 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ആർക്കും സഹായം തേടാം. മാതാപിതാക്കളോട് ഒരു കാര്യം, നിങ്ങളുടെ കുട്ടികളുടെ കൂട്ടുകാരെ അറിയുക, അവരോട് സമയം ചെലവഴിക്കുക. നോ പറയേണ്ടിടത്ത് ധൈര്യമായി നോ പറയാൻ നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുക. ലഹരി ഉപയോഗിക്കുന്നത് ഒരു ഹീറോയിസം അല്ല, അതൊരു വലിയ തോൽവിയാണ്. യഥാർത്ഥ ഹീറോ എന്ന് പറയുന്നത് സ്വന്തം കഴിവ് കൊണ്ട് ഈ ലോകത്ത് എന്തെങ്കിലും ഒക്കെ മാറ്റം കൊണ്ടുവരുന്നവരാണ്. അതിന് കെമിക്കലുകളുടെ ആവശ്യമില്ല. ഈ ലോക ലഹരി വിരുദ്ധ ദിനത്തിൽ നമുക്ക് തീരുമാനിക്കാം, ലഹരി ഇല്ലാത്ത സ്വപ്നങ്ങൾക്ക് ചിറകുള്ള ഒരു പുതുതലമുറയെ വാർത്തെടുക്കാൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുവെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നാർക്കോട്ടിക്സ് ഇസ് എ ഡർട്ടി ബിസിനസ്.